ഇറാൻ, ഇറാഖ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള നാടുകളിൽ ഈ നാളുകളിൽ കേട്ടൊരു വർത്തമാനമുണ്ട്. അവിടെയുള്ള പല വ്യക്തികളുടെ അടുക്കലും കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ദൈവം തന്റെ ദൂതന്മാരെ അയച്ചിട്ടോ സുവിശേഷം പറഞ്ഞ് കർത്താവിനെ കുറിച്ച് പറഞ്ഞ് അവർ പലരും കർത്താവിനോട് ഒരു ബന്ധത്തിലിരിക്കുന്ന, മാനസാന്തരത്തിൽ ദൈവമക്കളായിരിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികൾ ഇന്ന് പല നാടുകളിലുണ്ട്. മിഷണറിമാർക്ക്, സുവിശേഷകർക്ക് കടന്നു പോകുവാൻ കഴിയാത്ത നാടുകളെങ്കിൽ പോലും സ്വർഗം അവിടെ ഒരു ദൈവപ്രവൃത്തി അയക്കുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാമോ? ആ രാജ്യത്തിൽ തന്നെ വളരെ ആത്മദാഹമുള്ള, ദൈവത്തിൻ്റെ ആ ഒരു ആത്മഭാരമുള്ള, ദൈവത്തോട് കണക്ഷനുള്ള ചില ദൈവപുത്രന്മാർ ആ രാജ്യങ്ങളിലുണ്ട്. അവർ ഹൈഡായിരിക്കാം, ഒളിഞ്ഞിരിക്കാം, മറഞ്ഞിരിക്കുന്നവരായിരിക്കാം. ടി വികളിൽ, യൂട്യൂബുകളിൽ അവരെ കാണണമെന്നില്ല. പക്ഷേ ദൈവപുത്രന്മാർ ചില കാര്യങ്ങളെ ദൈവകരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വരും. ഹല്ലേലൂയ. മാത്രമല്ല, ദൈവം ചില ആത്മമനുഷ്യരെ നേരിട്ട് ആത്മാവിൽ, ശരീരത്തിൽ തന്നെ ചില വ്യക്തികളുടെ അടുക്കൽ, ചില രാജാക്കന്മാരുടെ അടുക്കൽ, ചില ഭരണാധികാരികളുടെ അടുക്കൽ ഈ നാളുകളിൽ കർത്താവ് കൊണ്ടുപോകും. ചില ഭരണാധികാരികൾ പറയും, പാസ്റ്റർ നിങ്ങൾ എൻ്റെ അടുക്കൽ അന്ന് വന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ആ പാസ്റ്റർ അറിയണമെന്നില്ല. ദൈവപുരുഷനെ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ സംസാരിച്ചു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ ഭൂമിയിൽ ആരംഭിക്കാൻ പോകുന്നു.